ഈ മാസം മാർച്ച് 14-ന് എടപ്പള്ളി പള്ളിയുടെ നിന്ന് രാവിലെ 6 മണിക്ക് ഞങ്ങളൊരു 120 പേരടങ്ങുന്ന 120 ബുള്ളറ്റ്, അതുകൂടാതെ 4-5 കാറിലും ഒറ്റക്കും ഫാമിലിയായിട്ട് എല്ലാവരും കൂടിയിട്ട് പെരുമ്പളം ബ്രിഡ്ജ് കാണാൻ വേണ്ടി പുറപ്പെട്ടു. അത് അറേഞ്ച് ചെയ്തത് ഹൈ റേഞ്ച് റൈഡേഴ്സ് എന്ന ഒരു ബുള്ളറ്റ് കൂട്ടായ്മ. പള്ളിയുടെ അവിടെ നിന്ന് ഞങ്ങൾ യൂട്ടേൺ എടുത്തിട്ട് NH വഴിയാണ് ഞങ്ങൾ പോയത്. നമ്മൾ ടോള് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അരൂർ ടെമ്പിളിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ്, എനിക്ക് തോന്നുന്നു അവിടെ ഒരു വടുതലയുണ്ട്, ഞാൻ വടുതലയിലാണ്. അപ്പോൾ അവിടുത്തെ വടുതല വഴി അവിടെ വളരെയധികം നല്ല ഗ്രാമ കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കണ്ടിട്ട് 8:30-9 മണിയായപ്പോൾ ഞങ്ങൾ ബ്രിഡ്ജിൻ്റെ അവിടെ ചെന്നായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്ത് കുറച്ച് ഫോട്ടോയെല്ലാം എടുത്തു. സാധാരണ എല്ലാവരും ഈ പെരുമ്പളം ബ്രിഡ്ജ് കണ്ടിട്ട് തിരിച്ചു പോലെ ചെയ്യണത്. ഞങ്ങൾ എന്തായാലും കുറച്ചും കൂടി അവരുടെ അകത്തുള്ള ഗ്രാമ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അറേഞ്ച് ചെയ്ത ഇതിൻ്റെ ലീഡേഴ്സ് 2 ദിവസം മുമ്പ് അവിടെ പോയിട്ട് ഞങ്ങൾക്ക് വേണ്ട ഫുഡ്, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള പഞ്ചായത്തിൻ്റെ ആൾക്കാരെയൊക്കെ കണ്ട് അപ്പോൾ അവരൊരു സ്വീകരണം നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ചൊരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, ഫുഡ് കഴിക്കാനുള്ള ഒരു വലിയൊരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ ആളുകളൊക്കെ നമ്മളെ കൂടി വന്ന് നമ്മൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്ത്, എനിക്ക് തോന്നുന്നത് നമ്മൾ അവിടെ ചെന്നത് അവർ ഇതൊരു ഹിസ്റ്ററിയാണെന്നാണ് പറയണത്. ഇത്രയും ഒരു 120ഓളം ബുള്ളറ്റ് അവരുടെ ആ ഗ്രാമത്തിൽ ആദ്യമായിട്ടാണ് വന്നത്. അതുകൂടാതെ 200ഓളം പേര് അവരെ അവിടെ ചെന്ന് കാണുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കും ഈ ഒരു ഹിസ്റ്ററിയിൽ ജോയിൻ ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ദ്വീപ് 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ടേക്കണാണ്. ഇപ്പോഴാണ് ബ്രിഡ്ജ് വന്നേക്കണത്. അപ്പോൾ ഈ ബ്രിഡ്ജ് വന്നതിന് ശേഷം അവിടെ ടൂറിസത്തിന് കുറേ ഹോപ്പുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത് എന്തായാലും റിസോർട്ടും അതുപോലെ തന്നെയുള്ള ഹോം സ്റ്റേ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ കായലിലേക്ക് തിരിച്ചിട്ടുള്ള ഹോം സ്റ്റേയും റിസോർട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ വളരെയധികം ടൂറിസം ഡെവലപ്പ് ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ അത് ആൾക്കാർ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എൻ്റെ ഒരു അറിവ്. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ അവിടെ ഒരു 70 സെൻറ്റ് സ്ഥലം 40,000 രൂപക്കാണ് വാങ്ങിയത്. ഇപ്പോൾ അത് 1,80,000 ആയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഞാനവിടെ ആൾക്കാരെ കണ്ട് സംസാരിച്ചപ്പോൾ അവരൊക്കെ വളരെ ഹാപ്പിയാണ്. ഇങ്ങനെ ഒരു പാലം വന്നതുകൊണ്ടിട്ട് അവർക്ക് അവിടെ സ്ഥലത്തിന് വില കൂടി. അതുകൂടാതെ അവർ ഇതിനാകെ ഒരു 10,000 താഴെ ആൾക്കാർ അവിടെ ഉള്ളതെന്നാണ് പറയണത്. അപ്പോൾ അവരെയൊക്കെ കാണാനായിട്ട് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ വരുന്നു, അവരുടെ ജീവിത രീതികളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. അതുകൂടാതെ അവിടെ നിറയെ കായലിൽ നിന്ന് നല്ല ഫ്രഷ് കരിമീൻ പിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കരിമീൻ കിട്ടുന്നതുകൊണ്ടിട്ട് അത് നല്ലൊരു സംഭവമാണ്. അവിടെ നിറയെ തെങ്ങ്, മാവ്, കശുമാവ്, അങ്ങനെ ഒത്തിരി സാധനമുണ്ട്. അപ്പോൾ ഈ തെങ്ങ് നമുക്ക് നാടൻ കള്ള് കൃത്രിമൊന്നും ചേർക്കാണ്ട് കൊടുക്കുന്നതാണെങ്കിൽ അത് ഒരു ടൂറിസത്തിന് ഒരു ഭയങ്കര ഒരു ഹോപ്പുണ്ടെന്നുള്ളതാണ് എനിക്ക് പറയാൻ കഴിയണത്. പിന്നെ എനിക്കൊരു ഇഷ്ടപ്പെട്ട സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. കാരണം എൻ്റെ തറവാട്ടിൽ നിറയെ കശുമാവൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു നൊസ്റ്റാൾജിയാണ് ആ കശുമാങ്ങയൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ അത് നിറയെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത്. അപ്പോൾ ഈ കാഷ്യൂ നട്ട് വന്ന വഴി എന്ന് പറഞ്ഞൊരു ചെറിയൊരു രസകരമായ സാധനമുണ്ട്. അതായത് പണ്ട് കാലത്തെല്ലാം നമുക്ക് ഇതേപോലെ തന്നെ 100-ൻ്റെ 500-ൻ്റെയും 1000-ൻ്റെ നോട്ടുണ്ടായിരുന്നില്ല. അന്നെല്ലാം പൈസ അല്ലെങ്കിൽ അണ എന്ന് പറയുന്ന സംഭവമാണ്. 1 പൈസ, കാശ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. അപ്പോൾ അന്ന് ആൾക്കാർ ഇതേപോലെ തന്നെ ഇത് മാങ്ങ, തേങ്ങ എല്ലാം ഗ്രാമങ്ങളിലൊക്കെ വഴിയോരങ്ങളിൽ കൊണ്ടുവന്നിട്ട് വിൽക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു ചേച്ചി ഇതേപോലെ തന്നെ കുറച്ച് കശുമാവ് മാങ്ങ കൊണ്ടുവന്നിട്ട് നിരത്തിയിട്ട് വിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. അപ്പോൾ അതിൽ പോയ ഒരു സായിപ്പിൻ്റെ കൂട്ടത്തിൽ ഒരു സായിപ്പ് ഇവരോട് വന്നിട്ട് ഇത് എന്ത് ഫ്രൂട്ടാണെന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചിക്ക് ഇംഗ്ലീഷൊന്നും അറിയാൻ പാടില്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞ് കാശിന് 8 എന്ന് പറഞ്ഞു. ഒരു കാശിന് 8 കശുമാങ്ങ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ സായിപ്പ് കേട്ടത് കാഷ്യൂ നട്ട്. അപ്പോൾ പുള്ളിയുടെ രീതിയിൽ അത് കാഷ്യൂ നട്ടെന്നാക്കി. പുള്ളി നോക്കിയപ്പോൾ നട്ടുണ്ട്, കാഷ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ കാഷ്യൂ നട്ടെന്നാക്കി. അപ്പോൾ അങ്ങനെയാണ് ഈ കാഷ്യൂ നട്ടെന്ന് വന്നതെന്നൊരു ചെറിയൊരു കഥയുണ്ട്. സത്യമാണോന്നും എനിക്കറിയാൻ പാടില്ല. അപ്പോൾ അത് ഞാനിത് കണ്ടപ്പോൾ നിങ്ങളോട് പറഞ്ഞെന്നേ ഉള്ളൂ. എന്തായാലും ഞങ്ങളുടെ ഒരു ട്രിപ്പ് അടിപൊളിയായിരുന്നു. ഞങ്ങൾ വന്ന ആൾക്കാരെല്ലാം വളരെ ഹാപ്പി ആയിരുന്നു.
ഇനിയും ഞങ്ങൾ ഇതേപോലെയുള്ള ട്രിപ്പുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ഗ്രാമത്തിൽ ഇനിയും ആൾക്കാർ പോകണം, അവരുടെ ഒരു ജീവിത രീതി മെച്ചപ്പെടട്ടെ, അവർക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.